3 പൊട്ടാറ്റോയും ഒരു എഗ്ഗ് ഉപയോഗിച്ചുള്ള റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതിലോട്ടുള്ള ഫില്ലിങ്ങിനാണ് ആദ്യം ചെയ്യുന്നത്. അതിനായി കുറച്ച് ബോണില്ലാത്ത ചിക്കൻ എടുത്ത് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. ചിക്കൻ മൊരിക്കാനായിട്ട് ഒരു സബോള എടുത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഒരു പാൻ വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് അതിലോട്ട് സബോള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. ആ മൊരിഞ്ഞതിലേക്കാണ് ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി 3 പൊട്ടാറ്റോ എടുത്ത് തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇവിടെ ഫില്ലിങ് നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ സോസേജോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുക്കറിൽ വേവിച്ചെടുക്കരുത്. എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വേവിച്ച് എടുക്കണം. ഒരുവിധം നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ആയിരിക്കും വെന്ത് കിട്ടുക. ഇത് ഉടച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. കുഴച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കണം. ബട്ടർ ഒഴിച്ച് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുക. മുട്ട മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് മൈദ 6 ടീസ്പൂൺ, 3 പൊട്ടാറ്റോയ്ക്ക് 6 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കണം. കുഴച്ച് കഴിയുമ്പോൾ ഒരു ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. കുഴച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി എടുത്ത് നമ്മൾ പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുത്തതിലേക്കാണ് മിക്സ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ മിക്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ പുരട്ടിയാലാണ് നമുക്കത് മടക്കിയെടുക്കാനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ മടക്കി 4 സൈഡും മടക്കിയെടുക്കണം. ബട്ടർ പുരട്ടിയില്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എപ്പോഴും ബട്ടർ പുരട്ടിയിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മൊരിച്ചെടുക്കണം. എപ്പോഴും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം മൊരിച്ചെടുക്കാനായിട്ട്. അതിനായിട്ടൊരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ അതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് 2 സൈഡും മറിച്ചിട്ട് മുരിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റുമാണ്. അടുത്ത റെസിപ്പിയുമായി അടുത്ത